ഹലോ എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റെഞ്ചിക്കുട്ട മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ ആണ്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ന്യൂമറിക്കൽ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അത് സോൾവ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ്, ഓർഡിനറി ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? 2 മെത്തേഡ് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഓയിലർ മെത്തേഡും അതുപോലെ ഇംപ്രൂവ്ഡ് ഓയിലേഴ്സ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇംപ്രൂവ്ഡ് ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഓയിലർ മെത്തേഡിലുള്ള വാല്യൂസിനെ ഒന്നും കൂടി എന്ത് ചെയ്യുന്നു, ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് എന്ത് മെത്തേഡിൻ്റെ കാര്യമുള്ളത്? ഇംപ്രൂവ്ഡ് ഓയിലേഴ്സ് മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ്സ് ഒക്കെ ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന 2 എണ്ണവും ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന RK മെത്തേഡ്, റെഞ്ചിക്കുട്ട മെത്തേഡ് ഓർ RK മെത്തേഡ്, ഈ എല്ലാ മെത്തേഡും നമ്മൾ ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുക. മാത്രമല്ല അതിന് എന്തുണ്ടാവും, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുള്ള പ്രോബ്ലംസ് മാത്രമാണ് നമുക്ക് ഇത് വഴി ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാര്യം എപ്പോഴും ഓർമ്മിക്കുക. നമ്മൾ ഈ 3 മെത്തേഡിലും ജനറൽ ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഏത്? dy/dx = f(xy) എന്ന് പറയുന്ന ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ കൂടി ഉണ്ടാവും, y(x0) = y0. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓയിലേഴ്സൊക്കെ ചെയ്യുന്ന അതേ അപ്രോക്സിമേഷൻ ടെക്നിക്ക് തന്നെയാണ്. ഓരോ സ്റ്റേജ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, n = 0, 1, 2, 3 എന്ന് പറയുന്ന അപ്രോക്സിമേഷൻ ടെക്നിക്കിലേക്ക് തന്നെ വരും. ചില കേസിൽ ഡയറക്റ്റ് ആയിട്ട് ഒറ്റ സ്റ്റെപ്പ് തന്നെ കിട്ടുന്നതും എന്തിലുണ്ടാവും, RK മെത്തേഡിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് 2 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് സാധാരണ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒറ്റ സ്റ്റെപ്പ്, അതായത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ n = 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് അപ്രോക്സിമേഷനിൽ തന്നെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ടൈപ്പ് പ്രോബ്ലം. അതുപോലെ 2 അപ്രോക്സിമേഷൻ വരുന്നതും ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള പ്രോബ്ലംസ്. ബാക്കി അതിൽ കൂടുതൽ വരുന്നത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് അങ്ങനെയുള്ള 1-2 വീഡിയോസും കൂടി നമുക്ക് ചെയ്യാം. RK മെത്തേഡ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറച്ച് എളുപ്പം പോലെ തോന്നും. അതിൻ്റെ ഒരു കൺഫ്യൂഷൻ വരുന്നതെന്ന് വെച്ചാൽ സ്റ്റെപ്സ് കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ കൺഫ്യൂഷൻസ് കൂടി വരിക. അപ്പോൾ അത് എപ്പോൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നൊക്കെ ഞാൻ ഓരോ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പറയും. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. ഈ RK മെത്തേഡിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. മിസ്റ്റേക്ക് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു മെത്തേഡാണിത് RK മെത്തേഡ്. അതിൻ്റെ കാരണം ഞാൻ വഴിയെ പറയും. അപ്പോൾ അതെല്ലാം കൂടി എന്ത് ചെയ്യുക, അതൊക്കെ റെക്ടിഫൈ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഈ മെത്തേഡ് പഠിച്ചു വെക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് റെഞ്ചിക്കുട്ട മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡറിലേക്ക് പോകാം. ഫോർത്ത് ഓർഡർ എന്ന് പറയുന്നത് RK മെത്തേഡ് വേറെയും ഓർഡേഴ്സിൽ നമുക്ക് പഠിക്കാനല്ല, അങ്ങനെയൊരു മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്തേ പഠിക്കുന്നുള്ളൂ, ഫോർത്ത് ഓർഡർ മാത്രമേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ സിംപ്ലി RK മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും RK മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് തന്നെയാണ്, നമുക്ക് പഠിക്കാനുള്ള റെഞ്ചിക്കുട്ട മെത്തേഡ് തന്നെയാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് മെത്തേഡ് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത്, ഫസ്റ്റ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് എന്താ, dy/dx = f(xy). സോ ടു സോൾവ് dy/dx = f(xy) വിത്ത് ഇനീഷ്യൽ കണ്ടീഷൻ y(x0) = y0. അത് തന്നിട്ട് നമ്മളോട് എന്ത് പറയും, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്ത് ചെയ്യാം, y(x0) = y0 തന്നിട്ട് ഏതെങ്കിലും ഒരു xn വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറയും, നമ്മുടെ y വാല്യൂ കാണാൻ പറയും. ഓക്കെ, ഈ വാല്യൂ അതായത് yn വാല്യൂ ഏതാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അതാണ് നമ്മൾ ഇതിൽ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് എന്ത് വരും, ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഇനീഷ്യൽ കണ്ടീഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ വാല്യൂസിലേക്കും കാര്യത്തിലേക്ക് പോകണം. അപ്പം ഈ 3 എണ്ണത്തിലും നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻസ് ഓർക്കുക. RK മെത്തേഡിലും അതുപോലെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ജനറൽ അപ്രോക്സിമേഷൻ ഫോർമുല എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. എന്താണ്, yn+1 = yn+k, വേറെ n = 0, 1, 2, 3. ഇതൊക്കെ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 മെത്തേഡ്സിലാക്കി നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ k എന്ന് പറയുന്നത് വേറൊരു വാല്യൂ ആണ്. k = 1/6 × k1 + 2k2 + 2k3 + k4, വേർ k1, അതിൽ k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h × f(xn, yn), k2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ h × f(xn + h/2, yn + k1/2. ദെൻ k3 എന്ന് പറയുന്നത് h × f(xn + h/2, yn + k2/2. ദെൻ k4 = h × f(xn + h, yn + k3.
വലിയ ഇക്വേഷൻ കണ്ടിട്ട് കൺഫ്യൂഷനോ പേടിയൊന്നും ആവശ്യമൊന്നുമില്ല, പഠിക്കാൻ സിമ്പിളാണ്, ആ ട്രിക്ക് വെച്ച് പഠിച്ചാൽ മതി. അപ്പോൾ ജനറലായിട്ട് നമ്മുടെ RK മെത്തേഡിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എന്താണ്, yn+1 yn+k ആണ്. ഓക്കെ, ഇതിൽ ഈ k എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണത് 1/6 k1 + 2k2 + 2k3 + k4. എഗെയിൻ നമുക്ക് വീണ്ടും അൺനോൺസ് ആണ്, എന്താ k1 to k4 വരെയുള്ള ഒരു വാല്യൂ നമുക്കറിയില്ല. അപ്പോൾ അതിൽ ഓരോ വാല്യൂസ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുകയാണ്. k1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താ, k1 എന്ന് പറയുന്നത് h × f(x, y, n) ആണ്. അതുപോലെ k2 എന്ന് പറയുന്നത് എന്താ, h × f(xn + h/2). പഠിക്കാൻ ശ്രദ്ധിക്കുക, k1 ആണ്. സോ ഡയറക്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം, k1 = h × f(xn, y, n). ഓർത്ത് വെച്ചാൽ മതി, നമ്മൾ yn + h × f(xn, y, n) എന്ന് പറയുന്നത് ഓയിലേഴ്സ് മെത്തേഡിലാണ്. അപ്പോൾ അതിൽ ഓൾറെഡി yn അവിടെ ഉണ്ട് എന്ന് ആലോചിക്കുക. അപ്പോൾ ബാക്കി വരുന്ന ഭാഗം നമ്മൾ എന്തിന് കൊടുത്തു, k1ന് കൊടുത്തു. ഓക്കെ, ഒരു ട്രിക്കി ആയിട്ട് പറഞ്ഞാൽ ഇതുമായിട്ടൊരു കണക്ഷൻ ഒന്നുമില്ല, ഓയിലേഴ്സ് മെത്തേഡും ഇതും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ്. പക്ഷേ ഈ ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ട്രിക്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിച്ച് വെക്കാം. ഞാൻ എൻ്റേതായ രീതിയിലൊരു ട്രിക്ക് പറഞ്ഞു തരുന്നു, അത് മനസ്സിലാകുന്നവർ അത് ആ രീതിയിൽ പഠിക്കുക. അതല്ല നിങ്ങളുടേതായ രീതിയിൽ അത് ഓർത്ത് വെക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ yn+ ഉള്ള ബാക്കി ഭാഗത്തിന് നമ്മൾ എന്താക്കിയെടുത്തു, k1 എന്നെടുത്തു, ദാറ്റ് ഇസ് h × f(xn + xn, yn). k2 എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്നത് h × തന്നെയാണ്, xnൻ്റെ കൂടെ എന്ത് കൂട്ടുന്നത്, h/2, xn + h/2. അതുപോലെynൻ്റെ കൂടെ എന്താ കൂട്ടുന്നത്, തൊട്ട് പ്രീവിയസ് ആയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്ന k1 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഹാഫ് ആഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ k2. ഓക്കെ, ദെൻ k3യിലേക്ക് വരുന്ന സമയത്ത് h × എന്ത് തന്നെയാണ്, f(xn + h/2). ഓൾറെഡി അതിൽ വ്യത്യാസമില്ല, h/2 തന്നെയാണ് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദെൻ ആലോചിക്കുക, yn+ ഇവിടെ നമ്മൾ തൊട്ട് പ്രീവിയസ് k2 കണ്ടുപിടിക്കുന്ന സമയത്ത് തൊട്ട് പ്രീവിയസ് ആയിട്ട് വരുന്ന വാല്യൂ എന്താ, k1 ആണ്. സോ k1/2 വന്നു. ഇവിടെ k3 വരുന്ന സമയത്ത് yn + k2/2 ആണ്, തൊട്ട് പ്രീവിയസ് ആയിട്ടുള്ള വാല്യൂ k2/2. ദെൻ k4 = h × f(xn + h/2 മാറി, എന്തായി, h/2 രണ്ടും കൂടി കൂട്ടി എന്തായി, h എന്നുള്ള രൂപത്തിലേക്ക് ഓർത്ത് വെക്കുക ഏതെങ്കിലും രീതിയിൽ. ദെൻ yn + എന്ത് ചെയ്യും, 2/2 എന്നുള്ള രീതിയിൽ പോയി എന്തായി, yn + k3 എന്നുള്ള ഫോമിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് k1, k2, k3 ഒക്കെ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഒക്കെ ഓർമ്മയുണ്ടാവും, അതിലൊന്നും വലിയ കൺഫ്യൂഷൻ വരില്ല. വരാൻ ചാൻസ് ഉള്ളത് ഇതേപോലുള്ള 2 എവിടെ ഉണ്ടാവും എന്നൊക്കെയാണ്. ഓക്കെ, അപ്പോൾ k1 ദെൻ 2k2 + 2k3 + k4. അപ്പോൾ k1ൽ ജസ്റ്റ് ഇത് മാത്രം, k2ലും k3ലും എന്തുണ്ട്, 2 × എന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെയൊക്കെ എന്തുണ്ടാവും, /2 എന്നുള്ള രീതിയിൽ ഓർത്ത് വെക്കുക. ദെൻ k4ന് എന്തില്ല, 2 എന്നുള്ളൊരു മൾട്ടിപ്പിൾ ഇല്ല, 1 ആണ്. സോ അവിടെ എന്തില്ല, /2 എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും ഒരു ട്രിക്ക് ആയിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞത് ഒരു കൃത്യമായൊരു മെത്തേഡൊന്നുമല്ല, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓർത്തിരിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇക്വേഷൻ എന്തായാലും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം RK മെത്തേഡിൽ. പിന്നെ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്, k എന്ന് പറയുന്നത് നമ്മൾ ഓയിലേഴ്സ് മെത്തേഡിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ y(0 = 1) എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് y(0.2) കാണാൻ പറഞ്ഞതെന്ന് വിചാരിക്കാം. ഓക്കെ, y(0.2) എന്താണെന്നാണ് കാണാൻ പറഞ്ഞത്. അതുപോലെ h-ൻ്റെ വാല്യൂ നമുക്ക് എന്ത് തരുന്നു എന്ന് വിചാരിക്കാം, h = 0.1 ആണ് തരുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് വരും, രണ്ട് സ്റ്റേജ് ആയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കും, y1ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. ദെൻ നമ്മൾ എന്ത് ചെയ്യും, y2 വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇവിടെയും ഇതേ ക്വസ്റ്റ്യൻ RK മെത്തേഡിൽ വന്നു കഴിഞ്ഞാലും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എവിടെ തന്നെയാണ്, y2 തന്നെയാണ്. ഓക്കെ, അപ്പോൾ y2 ഉപയോഗിക്കുന്ന സമയത്ത് സ്വാഭാവികമായും നിങ്ങൾ ശ്രദ്ധിക്കുക, n = 0 കൊടുക്കുന്ന സമയത്ത് ആദ്യം എന്താ വരിക, y1 = നമുക്ക് എന്ത് വരും, y0 + k ആണ് അല്ലേ. അപ്പോൾ ഇവിടുത്തെ k എന്ന് പറയുന്നത് y0 നമുക്ക് ബുദ്ധിമുട്ടില്ല, y0 ഓൾറെഡി നമുക്ക് എന്തുണ്ടാവും, y(0) അതാണ് എന്ത്, y0 എന്ന് പറയുന്നത് അത് ഓൾറെഡി തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതായി. ഇനി kയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ എഴുതാം അല്ലേ, 1/6 k1 + 2k2 + 2k3 + k4 എന്നുള്ള ഇക്വേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം. ഇനി അതിലുള്ള k1, k2, k3 വാല്യൂസ് ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, k1 = എന്താ വരുന്നത്, h × f(xn, y, n) അല്ലേ. അതായത് ഫസ്റ്റ് അപ്രോക്സിമേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, n = 0 ഇവിടെ കൊടുക്കുമ്പം കറസ്പോണ്ടിങ് ആയിട്ട് ഇത്രയും വാല്യൂസ് എഴുതി വെച്ച് അതിൻ്റെ കൂടെ കൂടി എന്താ വരിക, ഇവിടുത്തെ കേസിൽ k1 = എന്താ വരിക, k1 = h × f(എന്താ വരിക,
എക്സ് നോട്ട് എന്ന് വരും. ഓക്കെ, എക്സ് നോട്ട് കോമ എന്ത് വരും, വൈ നോട്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെ വരും. ഓക്കെ, അതുപോലെ കറസ്പോണ്ടിങ് എന്ത് വരും, കറസ്പോണ്ടിങ് K2 എന്ന് പറയുന്നത് നമ്മുടെ K2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, K2 ഇതേപോലെ തന്നെ വരില്ലേ. എന്ത് ചെയ്യുക, n ഈക്വൽ ടു 0 അവിടെയൊക്കെ കൊടുക്കണം. h ഇൻറ്റു എന്ത് വരും, എഫ് ഓഫ് എക്സ് എൻ പ്ലസ് മീൻസ് എക്സ് നോട്ട് പ്ലസ് എന്ത് വരും, h/2 കോമ എന്ത് വൈ നോട്ട് പ്ലസ് നമ്മുടെ K1/2. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ K1 കണ്ടുപിടിക്കാൻ h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് നമുക്ക് എന്തറിയാം, എഫ് ഓഫ് എക്സ് വൈ ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ആ വാല്യൂസ് ഒക്കെ കൊടുക്കാം. അതൊക്കെ കൺഫ്യൂഷൻ വരാത്തൊരു കേസാണ്. ഇങ്ങനെ നമ്മൾ K1 K2 എന്ത് കണ്ടുപിടിക്കും, K3 K4 ഇതൊക്കെ കണ്ടുപിടിക്കും. ആ വാല്യൂ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, y1 കിട്ടി, അഥവാ y ഓഫ് 0.1 നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഇനി നമ്മൾ അടുത്തതിലേക്ക് എന്താ ചെയ്യുക, അടുത്തതിലേക്ക് നമ്മൾ n ഈക്വൽ ടു എന്ത് കൊടുക്കും, n ഈക്വൽ ടു 1 എന്ന് പറയുന്ന സ്റ്റേജ് നമ്മൾ കണ്ടുപിടിക്കും അല്ല. അപ്പോൾ n എന്ന് ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കുക, y2 ആണ്. ആ y2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, y1 പ്ലസ് k ആണ് അല്ലേ. അപ്പോൾ ഓൾറെഡി സ്വാഭാവികമായിട്ടും വരുന്ന ഒരു കൺഫ്യൂഷനാണ്. ഓൾറെഡി തൊട്ട് മുമ്പത്തെ ഐട്രേഷനിൽ അല്ലെങ്കിൽ തൊട്ട് മുമ്പത്തെ അപ്രോക്സിമേഷനിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, k എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ k തന്നെ ആയിരിക്കില്ല ഇവിടെ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും ഇതായിട്ടുള്ള കേസ്. അപ്പം എപ്പോഴും ഓരോ സ്റ്റേജിലും ആ കറസ്പോണ്ടിങ് K1 K2 K3 K4 K ഒക്കെ ഓരോ സ്റ്റേജിനാണ് ഫിക്സ് ചെയ്ത് വെക്കുന്നത്. അതൊരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് എന്താവും, വാല്യൂ മാറുന്നുള്ള കാര്യം മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ k എന്ന് പറയുന്നത്, അതായത് n ഈക്വൽ ടു 1 എന്ന് പറയുന്ന അപ്രോക്സിമേഷനിലെ k എന്ന് പറയുന്നത് ഇക്വേഷൻ എന്ത് തന്നെയാണ്, 1/6 ഇൻറ്റു K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4 തന്നെയാണ്. പക്ഷേ അവിടെയുള്ള K1ൻ്റെ വാല്യൂ എന്താ, K1 ഇസ് ഈക്വൽ ടു n ഈക്വൽ ടു 1 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ K1 ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, h ഇൻറ്റു എഫ് ഓഫ് എന്താ വരിക, x1 കോമ y1. ഡിഫറൻസ് മനസ്സിലാക്കുക. നമ്മുടെ n ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മുടെ K1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട് ആണ്. ഓക്കെ, അത് കാരണം നമ്മൾ n ഈക്വൽ ടു 0 ആണ് ആ സ്റ്റേജ് കംപ്ലീറ്റ് കൊടുക്കുന്നത്. ദെൻ നമ്മുടെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ കഴിഞ്ഞ് സെക്കൻഡ് അപ്രോക്സിമേഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള k വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്, 1/6 ഇൻറ്റു K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4 തന്നെയാണ്. പക്ഷേ അതിൽ K1 K2 K3 K4 കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കുന്ന സമയത്ത് എന്ത് വരണം, n ഈക്വൽ ടു ഏത് അപ്രോക്സിമേഷനിലാണോ നിങ്ങൾ K1 K2 K3 കണ്ടുപിടിക്കുന്നത് ആ വാല്യൂ n-ന് പകരം നമ്മൾ കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ എന്താവും, n ഈക്വൽ ടു 1 ആണ് ഇവിടെ വരിക. സോ h ഇൻറ്റു എഫ് ഓഫ് x1 y1. അപ്പോൾ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ വരിക, h ഇൻറ്റു എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി x നോട്ട് 0 ആണെങ്കിൽ h1 0.1 ആണെങ്കിൽ എന്ത് വരും, കറസ്പോണ്ടിങ് x1ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 ആണ്. y1 എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന വാല്യൂ y1, ആ വാല്യൂ എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, K1 കിട്ടും. അതുപോലെ നമ്മുടെ K2 എന്ത് വരും, K2 ഇസ് ഈക്വൽ ടു എന്താ വരിക, K2 ഇസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എന്താ വരിക, എക്സ് നോട്ട് പ്ലസ് അല്ല എന്താ വരിക, x1 പ്ലസ് h/2 കോമ y1 പ്ലസ് എന്ത് വരും, K1/2. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലാരിഫൈ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഡൗട്ട് ഇപ്പം നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരില്ല. പ്രോബ്ലംസ് വരുമ്പോഴാണ് ഓരോ സ്റ്റേജിലും ഒരു പറയുന്ന കാര്യം മാത്രം സ്ട്രൈക്ക് ചെയ്ത് മൈൻഡിൽ അങ്ങനെ തന്നെ വെക്കുക. ഓരോ കേസിലും ഓരോ അപ്രോക്സിമേഷൻ എടുക്കുന്ന സമയത്തും n ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ കംപ്ലീറ്റ് കണ്ടുപിടിക്കേണ്ട k വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് വാല്യൂ കൊടുക്കുക, n ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. kയിൽ കണ്ടുപിടിക്കേണ്ട K1 K2 K3 K4 ഒക്കെ കാണുന്ന സമയത്ത് അവിടെ n ഈക്വൽ ടു 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിക്കും, y1 കണ്ടുപിടിക്കും. ദെൻ നമ്മൾ അടുത്ത അപ്രോക്സിമേഷനിലേക്ക് പോകേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എല്ലാ കേസിലും നമുക്കിപ്പോൾ എത്ര അപ്രോക്സിമേഷൻ എന്നുള്ളത് ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്യും. സെക്കൻഡ് അപ്രോക്സിമേഷനിലേക്ക് പോകേണ്ടതാണെങ്കിൽ അവിടെ നമ്മൾ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, n ഈക്വൽ ടു 1 ആണ്. ആ n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, yn+1 എന്ന് പറയുന്ന ഇക്വേഷൻ മാത്രമല്ല അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന k എന്ന് പറയുന്ന വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് K1 K2 K3 K4നെയാണ്.
ഈ പറഞ്ഞിരിക്കുന്ന K1, K2, K3, K4 എല്ലാം എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? n-നെയാണ്. സോ ആ n എന്ന് പറയുന്നത് ഇവിടെ എന്തായിട്ട് മാറും? n = 1 ആവും. ഫസ്റ്റ് അപ്രോക്സിമേഷൻ k കണ്ടുപിടിക്കേണ്ടത് n = 1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ദെൻ ഇനി വീണ്ടും അടുത്ത സ്റ്റേജിലേക്ക്, അതായത് തേർഡ് അപ്രോക്സിമേഷനിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? n = 2 കൊടുക്കും. അപ്പോൾ കറസ്പോണ്ടിങ് k കണ്ടുപിടിക്കേണ്ട ഇക്വേഷനിൽ n = നമ്മൾ എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ഓർത്ത് വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഐഡിയ മൈൻഡിൽ വെക്കുക. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. അപ്ലൈ റിഞ്ചിക്കുട്ട മെത്തേഡ് ഓഫ് ഫോർത്ത് ഓർഡർ അല്ലെങ്കിൽ റിഞ്ചിക്കുട്ട മെത്തേഡ് റിഞ്ചിക്കുട്ട ഫോർത്ത് ഓർഡർ മെത്തേഡ് ടു ഫൈൻഡ് an approximate value of y when x = 0.1 given that dy by dx = x plus y and y = 0 when x = 0. ഓക്കെ, അപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? RK മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈൻഡ് an approximate value of y when x = 0.1. x 0.1 ആവുന്ന സമയത്തുള്ള y വാല്യൂ കണ്ടുപിടിക്കണം. മീൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? y ഓഫ് 0.1 ആണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? dy by dx = x plus y. നമുക്കറിയാം dy by dx = നമ്മൾ കമ്പയർ ചെയ്യേണ്ട ഏതുമായിട്ടാണ്? f ഓഫ് എക്സ് വൈ എന്ന് പറയുന്നതുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? dy by dx കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ കമ്പാരിസൺ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? f ഓഫ് എക്സ് വൈ is equal to നമുക്ക് എന്താ കിട്ടുക? f ഓഫ് എക്സ് വൈ is equal to x plus y എന്ന് കിട്ടും. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ദെൻ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? y ഓഫ് 0.1 ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഇനീഷ്യൽ കണ്ടീഷൻ ഡയറക്റ്റ് അല്ല, വേറെ രീതിയിലാണ് തന്നിട്ടുള്ള y = 1 when x = 0. മീൻസ് നമ്മൾ എങ്ങനെ എഴുതുക? y ഓഫ് 0 അല്ല, y ഓഫ് 0 y = 1 when x = 0. ഓക്കെ, y = 1 when x = 0 ഫോർമാറ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? നമ്മുടെ x0 എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? x0 എന്ന് പറയുന്നത് 0 ആയിരിക്കും. x0ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള y ഓഫ് x0 = നമ്മൾ എന്താ എടുക്കുക? y0 അല്ലേ? y ഓഫ് x0 = y0 ആണ്. സോ ആ y0 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് ഇവിടെ എന്തായിട്ട് കിട്ടും? y0 = നമുക്ക് എന്താ? 1 ആണ്. ഓക്കെ, h എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടില്ല. നമ്മൾ എന്തെടുക്കുന്നു? h = സപ്പോസ് ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല, നമ്മൾ എടുക്കുന്നത് 0.1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ h = 0.1 ആണെങ്കിൽ നമുക്ക് x1 എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്ത് വരും? x0 പ്ലസ് h ആണ്. x0 എന്താ? 0 ആണ്. സോ 0 പ്ലസ് എന്ത് വരും? 0.1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 0.1 ആണ്. അപ്പോൾ x1 0.1 കിട്ടി. അപ്പോൾ ആ x = 0.1-ലാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ x1 0.1 ആകുമ്പം കറസ്പോണ്ടിങ് y വാല്യൂ ആണെന്ത്? y ഓഫ് x1. ഓക്കെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? y1 എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? y0 ഉണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? y1 കണ്ടുപിടിക്കണം. സോ ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ? ഒരൊറ്റ അപ്രോക്സിമേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ജനറലായിട്ട് നമുക്ക് കിട്ടുന്ന ഐഡിയ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എന്തൊക്കെയാണ്? x0 ഉണ്ട്, y0 ഉണ്ട്, h-ൻ്റെ വാല്യൂ ഉണ്ട്, f ഓഫ് എക്സ് വൈ = എന്ത് വരും? x plus y. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി ഇതിനകത്തൊക്കെ കിട്ടും. ഓക്കെ, ദെൻ നമുക്ക് മൂവ് ചെയ്യാം. സോ ഗിവൺ dy by dx = x plus y ആൻഡ് y = 1. ഇതിൽ കൺഫ്യൂഷൻ വേണ്ട. y 1 ആണ് when x = 0. നമ്മൾ ജനറലായിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണത് y ഓഫ് x. അപ്പോൾ x-ൻ്റെ വാല്യൂ 0 ആവുമ്പോൾ y-യുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അതാണ് എന്തുകൊണ്ട് മീൻ ചെയ്യുന്നത്? y ഓഫ് 0 = 1 കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ y = 1 when x = 1 എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ടു ഫൈൻഡ് y ഓഫ് 0.1 ശ്രദ്ധിക്കുക. f ഓഫ് എക്സ് വൈ = നമുക്ക് എന്ത് കിട്ടും? x plus y. ദെൻ x0 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫസ്റ്റ് വാല്യൂ ഇതാണ്. x0 0 ആണ്. അതുപോലെ കറസ്പോണ്ടിങ് y വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1 ആണ്. സോ y0 = 1. സോ y0 = 1 വരും. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? h നമ്മൾ എന്തെടുക്കുന്നു? 0.1 ആയിട്ട് എടുക്കുന്നത്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇനി അഥവാ നമുക്ക് എന്ത് ചെയ്യാം? 0.05 ആ രീതിയിൽ വേണമെങ്കിൽ എടുക്കാം. നമ്മുടെ സൗകര്യം പോലെയാണ്. പക്ഷെ തൽക്കാലം ആ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഇന്നത്തെ കേസിൽ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ഒരു പ്രോബ്ലം മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ h = 0.1. ദെൻ അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് x0ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന y-യുടെ വാല്യൂ എന്താ? y ഓഫ് x0. അത് ഡിനോട്ട് ചെയ്യുന്നത് എന്താ? y0. അതുപോലെ x1 അതിപ്പോൾ എന്താ? അതിപ്പോൾ ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്?
സോറി 1 എന്ന് തന്നിട്ടുണ്ട്, 1 ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ 1 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ 1 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക, അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുന്നു, അപ്പം ഇത് ഈക്വൽ ടു y നോട്ട് ഈക്വൽ ടു 1 ആണ്. ദെൻ h 0.1 ആയതുകൊണ്ട് x1 എന്താ, x1 ഈക്വൽ ടു 0 പ്ലസ് 0.1 അല്ല, 0 പ്ലസ് h ആണ്. ദാറ്റ് മീൻസ് 0 പ്ലസ് 0.1, അതാണ് x1 0.1 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു y1 ഈക്വൽ ടു y ഓഫ് x1. ഇതാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, y ഈക്വൽ ടു y ഓഫ് 0.1. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കാണാൻ പറഞ്ഞിരിക്കുന്ന വാല്യൂ. ഓക്കെ, അപ്പോൾ ടു ഫൈൻഡ് y ഓഫ് 0.1 ദാറ്റ് ഈസ് y1. അപ്പോൾ y1 ആണ് കാണേണ്ടത്. അപ്പോൾ y നോട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മുടെ n ഈക്വൽ ടു 0 എന്നുള്ളത് ജനറൽ അപ്രോക്സിമേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y1 ഇസ് ഈക്വൽ ടു, ജനറൽ ഇക്വേഷൻ എന്താ, yn പ്ലസ് 1 ഇസ് ഈക്വൽ ടു yn പ്ലസ് k ആണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ n ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ y1 ഇസ് ഈക്വൽ ടു y0 പ്ലസ് k ആണ്. സോ എന്താവും, where k is equal to 1/6 into k1 plus 2k2 plus 2k3 plus k4, where k1 is equal to, ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക, ജനറൽ ഇക്വേഷൻ നമ്മൾ എന്താ പഠിക്കുക, n എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ n ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള k കംപ്ലീറ്റ് എന്തിൻ്റെ ബേസിലാണ്, 0ൻ്റെ ബേസാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് k ഡിപ്പെൻഡ് ചെയ്യുന്നത് k1 k2 k3 ഫോം ആയതുകൊണ്ട് അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, n ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ k1 is equal to h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. സോ നമ്മുടെ എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം, k1 ആദ്യം കണ്ടുപിടിക്കുകയാണ്. ആ k1 k2 k3 k4 കണ്ടുപിടിക്കുക, അതുപയോഗിച്ച് k കാണുക, അതുപയോഗിച്ചിട്ട് y1 കാണാം. ഇതാണ് നമ്മുടെ മെത്തേഡ്. ഓക്കെ, അപ്പോൾ k1 എന്ന് പറഞ്ഞാൽ h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എഫ് ഓഫ് എക്സ് വൈ is equal to, നമുക്ക് അറിയുന്നതാണ്, എഫ് ഓഫ് എക്സ് വൈ is equal to എക്സ് പ്ലസ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ is equal to എക്സ് പ്ലസ് വൈ ക്വസ്റ്റ്യനിൽ തന്നതാണ്, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ. അപ്പോൾ എച്ച് ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്, എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, 0 ആണ്, അത് കൊടുക്കുക. വൈ നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, വൈ നോട്ട് ഈക്വൽ ടു 1 ആണ്. സോ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ 0.1 ഇൻറ്റു എഫ് ഓഫ് 0.1 മീൻസ് എന്താ വരിക, എഫ് ഓഫ് 0.1. അപ്പോൾ എഫ് ഓഫ് 0.1 എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് വൈ എക്സ് പ്ലസ് വൈ ആണെങ്കിൽ എക്സിന് പകരം 0, വൈക്ക് പകരം 1. സോ 0 പ്ലസ് 1. അപ്പോൾ 0.1 ഇൻറ്റു 0 പ്ലസ് 1 എന്താ വരിക, 0.1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 0.1. അപ്പോൾ k1 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 0.1 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം, k2 കണ്ടുപിടിക്കണം. അപ്പോൾ k2ലേക്ക് പോകുമ്പം k2 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് h ബൈ 2 വൈ നോട്ട് പ്ലസ് k1/2 ആണ്. നമുക്കറിയാം എച്ചിൻ്റെ വാല്യൂ എത്രയാണ്, 0.1, അത് കൊടുക്കുക. ദെൻ എക്സ് നോട്ടിൻ്റെ വാല്യൂ നമുക്കറിയാം 0 പ്ലസ് എച്ചിൻ്റെ വാല്യൂ അതും നമുക്ക് എന്ത് ചെയ്യാം, അറിയുന്നതാണ്, 0.1/2. അപ്പോൾ h 0.1 ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് 0.1/2 വൈ നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്ക് തന്നിരിക്കുന്നതാണ് ക്വസ്റ്റ്യനിൽ 1 പ്ലസ് k1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് പ്രീവിയസ് ഇതിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എത്രയാണ്, k1 ഈക്വൽ ടു 0.1 ആണ്, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 0.1/2. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ 0.1ൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 0.05 ആണ്. അതുപോലെ 1 പ്ലസ് 0.05 എന്ന് പറഞ്ഞാൽ 1.05 ആണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. സോ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ആണ്. സോ 0.1 ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക, 0.05 പ്ലസ് എന്ത് വരും, പ്ലസ് 1.05. ഓക്കെ, അപ്പോൾ എന്താ വരിക, ഇത് 0.11 അതിൻ്റെ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സോറി 1.1 ഇൻറ്റു 0.1 അതെന്തായിട്ട് മാറി 0.11 ഉള്ള രീതിയിൽ വരും. ഇത് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്യുക, 0.1 ഇൻറ്റു 0.05 പ്ലസ് 1.05 സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 0.11 എന്ന് കിട്ടും. അപ്പോൾ k2ൻ്റെ വാല്യൂ എന്തായി, 0.11. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സൊല്യൂഷൻ തെറ്റിപ്പോകും. ഓക്കെ, കാരണം k1 ഉപയോഗിച്ചാൽ k2 കാണുന്നു. അപ്പോൾ k1 മിസ്റ്റേക്ക് വന്നാൽ k2 ഓൾറെഡി ഒബ്വിയസ്ലി എന്താവും, തെറ്റിപ്പോവും. അതുപോലെ k2 തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക്, k1 തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള എല്ലാ വാല്യൂവും പോവും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ മാറിക്കഴിഞ്ഞാൽ തന്നെ കംപ്ലീറ്റ് സൊല്യൂഷനും തെറ്റാവും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു, k3 വാല്യൂ കണ്ടുപിടിക്കുകയാണ്. k3 ഈസ് ഈക്വൽ ടു h ഇൻറ്റു എഫ് ഓഫ് എക്സ് നോട്ട് പ്ലസ് h ബൈ 2
y0 പ്ലസ് k2/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ 0.1 ഇൻറ്റു f(0 പ്ലസ് 0.1/2, 1 പ്ലസ് k2ൻ്റെ വാല്യൂ തൊട്ട് പ്രീവിയസിൽ കണ്ടുപിടിച്ചത് 0.11/2. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 0.1 ഇൻറ്റു f(0.05), 0 പ്ലസ് 0.1/2, 0.05, 1 പ്ലസ് 0.11/2 അതിൻ്റെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ ഇത് വരും 0.055. അതെന്ത് ചെയ്യുക? 1നോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1.055. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0.1 ഇൻറ്റു f(0.05, 1.055). ദെൻ നമുക്കറിയാം f(x, y) x പ്ലസ് y ആണ്. സോ that is equal to 0.1 ഇൻറ്റു നമുക്ക് എന്ത് വരും? 0.05 പ്ലസ് 1.055. ഓക്കെ, ഇത് രണ്ടും കൂടി എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദെൻ 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ കിട്ടുന്നത്? 0.1105. ഓക്കെ, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ K3 കിട്ടുന്നത് 0.1105 ആണ്. ദെൻ നമുക്ക് ലാസ്റ്റ് വൺ K4 ആണ്. K4 ഇസിക്കൽ ടു h ഇൻറ്റു f(x0) പ്ലസ് h ആണ്, h/2 അല്ല, h ആണ് K4 കാണുന്ന സമയത്ത്, y0 പ്ലസ് എന്താണ് K3 മാത്രമേ ഉള്ളൂ, K3/2 ഇല്ല, ഓർമ്മിക്കാം. സോ h ഇൻറ്റു എന്ത് വരും? വേറെ രീതിയിൽ f(x0) പ്ലസ് h വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേണമെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞ ഓയിലർ എടുക്കുന്ന ഇംപ്രൂവ്ഡ് ഓയിലർ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. x0 പ്ലസ് h ഡയറക്റ്റ് വാല്യൂ കൊടുത്താൽ മതി. നിങ്ങൾ വേറെ കൺഫ്യൂഷനിലേക്കൊന്നും പോകാൻ നിൽക്കണ്ട. x0 എന്ന് പറഞ്ഞാൽ എന്താ? 0 ആണ്. h എന്ന് പറഞ്ഞാൽ എന്താ? 0.1 ആണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്തിലേക്ക് കിട്ടും? 0.1ലേക്ക് കിട്ടും. അതല്ല, x0 പ്ലസ് h നമുക്ക് എന്തായാലും വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, x1 എന്ന് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം. അതങ്ങനെ നമ്മുടെ സൗകര്യം. ഓക്കെ, അപ്പോൾ x1, y0 പ്ലസ് K3 ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് ഒഴിവായി കിട്ടും ഡയറക്റ്റ് കൊടുക്കുകയാണെങ്കിൽ. സോ എന്ത് വരും? 0.1, y0ൻ്റെ വാല്യൂ എത്ര? y0 1 ആണ്. പ്ലസ് K3 എന്ന് പറഞ്ഞാൽ തൊട്ട് പ്രീവിയസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ 0.1105 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.1105. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.1 ഇൻറ്റു f(0.1, 1 പ്ലസ് 0.1105, 1.1105 എന്ന് കിട്ടും. ഇനി നമുക്കറിയാം f(x, y) എന്ന് പറഞ്ഞാൽ x പ്ലസ് y. സോ 0.1 ഇൻറ്റു എന്ത് വരും? f(x)ന് പകരമുള്ളത് 0.1 പ്ലസ് നമ്മുടെ 1.1105. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുക? ഇത് സം ചെയ്യുക. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 0.1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? K4 0.12105. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം ഈ ഒരു പ്രോബ്ലം. ഞാൻ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കാണുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്ന് എടുക്കുക, എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഇക്വേഷൻ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് ഈ സംഭവങ്ങളെല്ലാം ക്ലിയർ ആവുമല്ലോ. അപ്പോൾ K1, K2, K3, K4 ഒക്കെ വാല്യൂ കണ്ടുപിടിച്ചു. ഇനി അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? K കണ്ടുപിടിക്കാം. Kയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? 1/6 ഇൻറ്റു K1 പ്ലസ് 2K2 പ്ലസ് 2K3 പ്ലസ് K4 ആണ്. അപ്പോൾ K1ൻ്റെ വാല്യൂ എത്രയാണ്? 0.1. K2ൻ്റെ വാല്യൂ K2 0.11, K3 0.1105, ദെൻ K4. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Kയുടെ വാല്യൂ 0.11034 ആണ്. അപ്പോൾ K1 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? y1 ഇസിക്കൽ ടു നമ്മുടെ എയിം എന്താ? y1 കാണാം. y1 എന്ന് പറഞ്ഞാൽ എന്താ? y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y(x1) അല്ലേ? y(x1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ x1 എന്താ? h ഇക്കൽ ടു 0.1 ആയതുകൊണ്ട് x1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.1. ഇതെല്ലാം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഓഫ് y when x ഇക്കൽ ടു 0.1. അപ്പോൾ y ഓഫ് 0.1 അതായത് y1 ദാറ്റ്സ് ഇക്കൽ ടു y0 പ്ലസ് k. അപ്പോൾ y1ൻ്റെ വാല്യൂ എത്രയാണ്? സോറി, y0ൻ്റെ വാല്യൂ എത്രയാണ്? y0 ഇക്കൽ ടു 1. കെയുടെ വാല്യൂ നമുക്കിപ്പോൾ കണ്ടുപിടിച്ച വാല്യൂ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.11034. അതാണ് y1. y1 എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ? y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ y1 is equal to y of x1 that is y of 0.1 that is 1.11034. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ റേഞ്ച് കിട്ടാൻ മെത്തേഡ് അല്ലെങ്കിൽ RK മെത്തേഡ് കുറച്ചധികം തവണ റിവൈസ് ചെയ്യാം. രണ്ട് പ്രോബ്ലം ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങിയത്. പക്ഷേ ഇതിനി അടുത്ത വീഡിയോ കൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പം കുറച്ചധികം സമയം പോകും. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പ്രോബ്ലം ഒരു സ്റ്റേജിൽ തീരുന്ന RK മെത്തേഡ് മൊത്തത്തിൽ പഠിച്ചു വെക്കുക.
ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ഞാൻ തരാം. അതിനുശേഷം നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റേജസിൽ അൺഇക്വൽ അപ്രോക്സിമേഷൻസ് വരുന്ന പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു.